കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് വിട്ടുനൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം. ഇത് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൺവെൻഷൻ സെന്റർ. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. ശ്രീകാന്ത്, വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് ആ കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ആ സ്ഫോടനം, അതിനുശേഷം നടന്ന അന്വേഷണം, ഇപ്പോൾ ഇങ്ങനെ ഇത് ഉടമയ്ക്ക് സെന്റർ വിട്ടു നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത്? ഈ കൺവെൻഷൻ സെന്റർ വിട്ടു നൽകുന്നില്ല പോലീസ് എന്നാരോപിച്ചാണ് ഈ സ്ഥാപനം ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത്. തുടർന്ന് ഈ ഹർജി പരിഗണിച്ച കോടതി കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് വിട്ടു നൽകണം എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്നും വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ഇതാണ് കോടതിയുടെ ഉത്തരവ്. ഇതിന് തൊട്ടടുത്ത ദിവസം കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് കൈമാറണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്റർ തുടരുന്നത്. വളരെ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഹർജി എത്തിയത്. അത് കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നു.